നമ്മൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ വേനലായി കഴിഞ്ഞാൽ ദാഹിക്കാൻ കാത്തു നിൽക്കും വെള്ളം കുടിക്കാൻ. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ദാഹിച്ചാലും ദാഹം പെട്ടെന്ന് അടങ്ങുന്ന ഡ്രിങ്ക്സ് കുടിക്കാനായിട്ടും ശ്രദ്ധിക്കാം. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ദാഹം വരുന്ന സമയത്തേക്ക് തന്നെ നമ്മുടെ ബോഡി ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ആ ദാഹത്തെ ശമിപ്പിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ദാഹം ശമിക്കുന്ന അത്രയും നമ്മൾ വെള്ളം കുടിക്കുകയാണോ വേണ്ടത്? വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വിയർക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് തന്നെ പ്ലെയിൻ വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷുഗറി ഡ്രിങ്ക്സ് അല്ല, കഫീൻ അല്ല, വളരെ തണുപ്പേറിയിട്ടുള്ള വെള്ളമല്ല. നിങ്ങൾക്ക് ദാഹമുള്ള അത്രയും നിങ്ങൾ കുടിക്കുക. അതുപോലെ കുടിക്കുന്നത് തന്നെ കറക്റ്റായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം, നിങ്ങൾ ചായയിലേക്കോ കാപ്പിയിലേക്കോ പോകുന്നതിന് മുന്നേ. അതുപോലെ നിങ്ങൾ ഇടവിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കരുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടോ, കുടിക്കാനുള്ള ചാൻസസും ഹൈ ആണ്. നിങ്ങൾക്ക് വെള്ളം മാത്രം മതിയാവില്ല ബോഡിയിൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ അതേ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. കക്കിരി, വത്തക്ക, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ്, തൈര്, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കുക. ഓയിലി ഫുഡ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം കൂടുതലായിരിക്കും. നമ്മളുടെ ബോഡിയിൽ നല്ലൊരു പെർസെൻറ്റേജ് വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മളുടെ ബോഡിയെ വെള്ളം കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യലും വളരെ അത്യാവശ്യമാണ്. പെർ 20 kg ഓരോ മനുഷ്യനും ഓരോ ലിറ്റർ വെള്ളം വീതം കുടിക്കേണ്ടതുണ്ട് സാധാരണ സമയത്ത്. എസ്പെഷ്യലി സമ്മർ ആകുമ്പം അതിൻ്റെ ആവശ്യം കൂടുകയുള്ളൂ, കുറയില്ല.